ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ 7 മൊഴികൾ. ക്രിസ്തുവിൽ പ്രിയരെ, എല്ലാവർക്കും വിശുദ്ധ വാരത്തിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നേർന്നുകൊള്ളുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നു പറഞ്ഞ 2-ാമത്തെ മൊഴി ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം വാക്യം. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കും. ക്രൂശിത വേളയിലും യേശു ക്രിസ്തു മറ്റൊരാളോട് സുവിശേഷം അറിയിക്കുന്നതാണ് 2-ാമത്തെ മൊഴി. ഇന്ന് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ശബ്ദമാണ്. ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു, ഇതാകുന്ന സുപ്രസാദകാലം തുടങ്ങിയ വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ശാപഗ്രസ്തർക്ക് മരണാന്തരം ലഭിക്കുന്ന വാസസ്ഥലമാണ് നരകം എന്ന പൊതുചിന്ത യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈ ചിന്ത അനുസരിച്ച് കുരിശിൽ കിടന്ന 3 പേരും നരകയോഗ്യരാണ്. എന്നാൽ പാപപരിഹാര യാഗങ്ങളിലൂടെ ഇനി അവർക്ക് രക്ഷ നേടുക അസാധ്യവുമാണ്. ഈ ചിന്തകൾക്ക് ബദലായാണ് കുരിശിൽ അനുതപിച്ച കള്ളനെ യേശു ക്രിസ്തു പറുദീസ വാഗ്ദാനം ചെയ്യുന്നത്. പറുദീസ പേർഷ്യൻ രാജാക്കന്മാരുടെ കൊട്ടാര ജീവിതവുമായി ബന്ധപ്പെട്ട ഇടമാണ്. ഭരണ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് ഉല്ലസിക്കുവാനുള്ള ഇടമായാണ് രാജാക്കന്മാർ പറുദീസയെ കണ്ടുകൊണ്ടിരുന്നത്. ചക്രവർത്തിയോടൊപ്പം പറുദീസ പങ്കിടുക എന്നതാണ് രാജപ്രീതിയുടെ ഉയർന്ന അനുഭവം. വേദപുസ്തകത്തിൻ്റെ ഗ്രീക്ക് ഭാഷാന്തരത്തിൽ ഏദൻ തോട്ടത്തെ പറുദീസ എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ദൈവവും മനുഷ്യനും ഒരുമിച്ച് സന്തോഷത്തോടുകൂടിയും സ്വസ്ഥതയോടുകൂടിയും വസിക്കുന്ന ഇടമാണ് പറുദീസ. ഒരു കുറ്റവാളിക്ക് ഒരിക്കലും ദൈവത്തോടു കൂടെ പറുദീസയിൽ ഇരിക്കുക അസാധ്യമെന്ന ധാരണയെ തകിടം മറിക്കുന്ന യേശുവിനെയാണ് ക്രൂശിൽ കാണുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണം പലരും വീക്ഷിക്കുന്നതായി തിരുവചനങ്ങൾ പറയുന്നു. ചിലർ സന്തോഷിച്ചു, ചിലർ പരിഹസിച്ചു, ഒരുവൻ അനുതപിച്ചു. അവന് യേശു പറുദീസ വാഗ്ദാനമായി നൽകുകയും ചെയ്തു. യേശുവിനോടുകൂടെ ക്രൂശിച്ച 2 പേരും യേശുവിനെ ദുഷിച്ച് സംസാരിക്കുന്നതായി സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. നീ ക്രിസ്തുവെങ്കിൽ എല്ലാവരെയും രക്ഷിക്കുക എന്ന് 2 പേരും പ്രസ്താവിച്ചുവെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ ഒരുവന് മനമാറ്റമുണ്ടായി. അവൻ അപരനെ ശാസിക്കുന്നു. നാം ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത് എന്നും, എന്നാൽ യേശു ആകട്ടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അപരനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞതിലൂടെ യേശുവിൻ്റെ പുനരുത്ഥാനത്തിലും മടങ്ങിവരവിലും അവന് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അവന് പറുദീസ വാഗ്ദാനം ചെയ്തു. യാചിക്കുന്ന ഏവന് ലഭിക്കും എന്ന തിരുവചനം ഈ മൊഴിയിലൂടെ സാധ്യമാകുന്നു. നാമും ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനോട് അനുതപിച്ചാൽ നമുക്കും പറുദീസയുടെ വാഗ്ദാനവുമായി യേശു കടന്നു വരും. അതിനായി ഈ 2-ാമത്തെ മൊഴി നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ